പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയാണ്. സദ്യ കഴിച്ച് തുടങ്ങുന്നത് തന്നെ പരിപ്പും ചോറും പപ്പടവും നെയ്യും കൂട്ടി കഴിച്ചിട്ടാണ്. സദ്യയിൽ അപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണ് പരിപ്പ് കറി. അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ചെറുപയർ ഒരു പാനിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പൾസ് മോഡിലിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടും. അതിനുശേഷം നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തെല്ലിയെടുക്കണം. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ മുറത്തിലിട്ടൊന്ന് പാറ്റിയെടുത്താൽ മതി. ഇപ്പോൾ നമുക്കത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു പരന്ന പാത്രത്തിലിട്ട് ഒന്ന് തെല്ലിയെടുക്കുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ വരും. അതിനുശേഷം ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പോൾ പയറിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് പോവും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 3-4 ചെറിയ ഉള്ളി 2 പച്ചമുളക് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ മതി. ഇപ്പോൾ ഓരോ കുക്കറിൻ്റെ വ്യത്യാസമായിരിക്കും, അതനുസരിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പയർ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1 അല്ലി വെളുത്തുള്ളി, 2 അല്ലി ചെറിയ ഉള്ളി, 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇതേ ഒരു പാകത്തിനൊന്ന് അരച്ചെടുക്കണം. പയർ വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി ചെറിയൊരു തിള വരണം. പരിപ്പ് നന്നായിട്ടൊന്ന് ചൂടായി നല്ലതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ഉടനെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്ക് കടുക് വറുത്തതിൻ്റെ മണമൊക്കെ നന്നായിട്ട് പരിപ്പിലൊന്ന് പിടിച്ച് കിട്ടും. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ശരിക്കും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. നിങ്ങളിതുവരെയും ട്രൈ ചെയ്ത് നോക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്